ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കിരൺ ആ ഓട്ടോക്കാരനെ കണ്ടുപിടിക്കുകയാണ്. കിരണും രതീഷും കൂടിയിട്ട് ആ ഓട്ടോക്കാരനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നു സാറേ, ഇന്നലെ നടന്ന സംഭവം അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഞാൻ വല്ലാത്തൊരു പെടലാണ് പെട്ടുപോയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ഓട്ടോ, അപ്പൊ ആ കാര്യം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആ ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണ്. ഞാനിങ്ങനെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വരികയായിരുന്നു. അങ്ങനെ അയാൾ എൻ്റെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അപ്പൊ രാഹുൽ ഓടി വരുന്നത് കാണിക്കുന്നുണ്ട്, ആ ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയാണ്. അങ്ങനെ ആ ഓട്ടോയിൽ ഓടി കയറുകയാണ്. അങ്ങനെ എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തിരിക്കിടോ വണ്ടി എന്ന് പറയുകയാണ്. അയ്യോ സാറേ, എനിക്ക് നേരെയാ പോകേണ്ടത് എന്ന് ആ ഓട്ടോക്കാരൻ പറയുമ്പോൾ, തിരിക്കടോ, ഒരാൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്, വേഗം തിരിക്കി എന്ന് പറയുകയാണ്. ഏത് ആശുപത്രിയിലോട്ട് സാറേ പോയിട്ടുള്ളത്, എന്നാൽ വേഗം തിരിക്കാം എന്നും പറഞ്ഞിട്ട് അയാൾ തിരിക്കുകയാണ് ഓട്ടോ. അങ്ങനെ കുറച്ചു ദൂരം പോയതിന് ശേഷം, സാറേ ഇവിടെ അടുത്തൊരു ആശുപത്രിയുണ്ട്, ആ ആശുപത്രിയിലോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ചെറിയ ആശുപത്രിയിലോട്ടൊന്നും കൊണ്ടുപോകില്ലടോ, ആൾക്ക് അത്ര സീരിയസ് ആണ് എന്ന് പറയുകയാണ്. അയ്യോ സാറേ, അത് അത്ര ചെറിയ ആശുപത്രി ഒന്നല്ല, നല്ല ഫെസിലിറ്റി ഉള്ളതാണ് എന്ന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറയുകയാണ്, ഇല്ലടോ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല, താൻ മുന്നോട്ട് എടുക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോകുകയാണ്. കുറേ ദൂരം മുന്നോട്ട് പോയതിന് ശേഷം രാഹുൽ ഓട്ടോക്കാരൻ ഒരു ഇടുക്ക് വഴിയിലൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഓട്ടോക്കാരൻ അവിടെ ഓട്ടോ നിർത്തുകയാണ്. സാറ് കുറേ ആയാലോ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഇനി പറ്റില്ല സാറ്, ഇറങ്ങിയാട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ രാഹുലിന്റെ കയ്യിലുള്ള ആ രക്തം നിറഞ്ഞ കത്തിയെടുത്ത് കാണിക്കുകയാണ് അയാൾക്ക്. ഇത് കണ്ടോടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രാഹുൽ. എന്നിട്ട് അപ്പോൾ ഓട്ടോക്കാരൻ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, രാഹുൽ പറയുകയാണ്, ഇത് ആടിൻ്റെയോ മാടിൻ്റെയോ ഒന്നും രക്തമല്ല, മനുഷ്യ സ്ത്രീയുടെ രക്തമാണ്. ഒരു മനുഷ്യ സ്ത്രീയെ കുത്തിയിട്ടാണോടോ ഞാൻ വരുന്നത്, മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടില്ല, തൻ്റെ പള്ളക്ക് ഈ കത്തി കയറും എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഓട്ടോക്കാരൻ പേടിക്കുന്നുണ്ട്. ഓട്ടോക്കാരൻ പറയുന്നു, അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ളൂ, അവരുടെയൊക്കെ അത്താണിയാണ് ഞാൻ, എന്നെ ഒന്നും ചെയ്യരുത് സാറേ എന്ന് പറയുകയാണ്. തന്നെ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യടോ എന്ന് പറയുന്നുണ്ട് രാഹുൽ. അങ്ങനെ അയാൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ഒരു കടപ്പുറത്തുള്ള ഒരു കോളനിയിലാണ് അവനെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പോരുകയും ചെയ്യുകയാണ്. അവസാനം രാഹുൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ഇതാരെങ്കിലോടും പോലീസിലോ മറ്റാരെങ്കിലോടും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടോക്കാരൻ കിരണിനോടും രതീഷിനോടും പറയുകയാണ്. അപ്പോൾ കിരണും രതീഷിനോടും പറയുന്നുണ്ട്, സാറേ പേടിച്ചിട്ടാണ് സാറേ ഞാൻ ആരോടും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. കുറേ ദൂരം ഓടിയിട്ടും എനിക്ക് പൈസയൊന്നും തന്നില്ല എന്ന് പറയാണ്. അപ്പോൾ കിരൺ സാരില്ല എന്ന് പറഞ്ഞിട്ട് കിരണിൻ്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് അയാൾക്ക് വെച്ച് നീട്ടുകയാണ്. അയ്യോ വേണ്ട സാറേ എന്ന് പറയുന്നുണ്ട്. താൻ ഇന്നലെ കുറേ ഓടിയതല്ലേ, അയാൾ പൈസ ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കിരൺ അയാളുടെ പോക്കറ്റിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരി, അവിടെ കോളനിയിൽ തന്നെ ഉണ്ടാവാനാണ് സാറേ സാധ്യത. എന്തായാലും ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് അയാൾക്ക് ഒളിക്കാൻ പറ്റിയൊരു സ്ഥലം അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കിരണും രതീഷും കൂടി കാറെടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ കിരൺ ഫോൺ എടുത്തിട്ട്, ഇയാൾ എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. അങ്ങനെ CI ആണ് വിളിക്കുന്നത്. അങ്ങനെ കിരൺ CIയെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്താ സാറ് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസ്ഥയിലല്ല, ഒരു മാനസിക അവസ്ഥയിലല്ല ഞാനില്ല ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഭാര്യ കുത്തേറ്റ് ആശുപത്രിയിലാണുള്ളത്. എൻ്റെ ഭാര്യ അത്ര സീരിയസ് ആണ്. ആ ബഗാസുരൻ, എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ആൾ പരുള്ളിറങ്ങിയില്ല, അയാളാണത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CI പറയാണ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇവിടെ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഒരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായില്ല. അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാം, എന്തായാലും താൻ വിഷമിക്കേണ്ട, അയാളെ ഞങ്ങൾ ഉടനെ തന്നെ പിടികൂടിക്കോളാം, അയാൾ അങ്ങനെ വിലസി നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ CI പറയുന്നുണ്ട്. അപ്പോൾ തനിക്കപ്പോൾ വിളിച്ചപ്പോൾ പറയായിരുന്നില്ലേ ഞാൻ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്, ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണെന്നുള്ളത്, എന്നാൽ പിന്നെ ഞാൻ തന്നോട് ഇവിടേക്ക് വരാൻ പറയില്ലല്ലോ ആയിരുന്നു എന്ന് CI പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിരണേ താൻ പൊക്കോ, അവനെന്തായാലും ഞങ്ങൾ ഉടനെ കണ്ടെത്തിക്കോളാം, പിന്നെ താൻ നിയമം കയ്യിലെടുക്കരുത്, കോടതിയുടെ പണിയും പോലീസിന്റെ പണിയൊന്നും തന്നെ താൻ ചെയ്യാൻ നിൽക്കരുത് എന്നിങ്ങനെ കിരണിനോട് പറയുന്നുണ്ട് CI. അപ്പോൾ കിരൺ മനസ്സിൽ കരുതാണ്, ഇല്ല സാറേ, അവൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ എന്തായാലും ഞാൻ കുത്തിക്കൊല്ലും, എൻ്റെ കല്യാണിയുടെ ജീവൻ കിടന്ന് പിടഞ്ഞത്, എൻ്റെ കല്യാണി എൻ്റെ കയ്യിൽ കിടന്നാണ് പിടഞ്ഞത്, ആ ചോരയിൽ കുളിച്ചിട്ട്, ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ മനസ്സിൽ അങ്ങനെ ആലോചിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണും രതീഷും കൂടി ആ ഒരു കോളനിയിലേക്ക് എത്തുകയാണ്, ആ കടപ്പുറത്തുള്ള കോളനിയിലേക്ക്.
അങ്ങനെ അവരിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കിരണ് കോള് വരികയാണ്. അപ്പോൾ സേവിയർ ആണ് വിളിക്കുന്നത്, അതായത് കിരണിന്റെ കൂട്ടുകാരൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ ഏരിയയിൽ തന്നെയുണ്ട് അവൻ, സിഗ്നൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ തന്നെയുണ്ട്, പക്ഷേ നന്നായി നോക്കിക്കൊള്ളാൻ പറയുകയാണ്. അപ്പോൾ കിരൺ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൻ ഇവിടെ തന്നെയുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അവൻ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ആളറിയാത്ത രീതിയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് അവനെ പിടികൂടണം, ഞാൻ ഇന്ന് അവനെ കൊല്ലും എന്നിങ്ങനെ പറയുകയാണ്. അപ്പം രതീഷ് പറയുന്നുണ്ട് ഞാനും അതിന് വേണ്ടി തന്നെയാണ് സാറ് നിൽക്കുന്നത്, അത് വേണം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ കാദംബരിയും അതുപോലെ കാർത്തികയും കൂടി നിൽക്കുകയാണ് ഐസിയുവിൻ്റെ പുറത്ത്. അപ്പോൾ കാർത്തിക കാദംബരിയോട് പറയുന്നുണ്ട് ചേച്ചി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, ചേച്ചി വീട്ടിലോട്ട് പോയിക്കോ, നമ്മൾ രണ്ടുപേരെയും അവിടെ കാണാതെ വരുമ്പോൾ അച്ഛൻ സംശയിക്കും, അച്ഛന് ചേച്ചി അവിടെ ഉണ്ടായാൽ പിന്നെ അച്ഛന് സമാധാനമാവും, ചേച്ചി അങ്ങോട്ട് പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെയാ കാദംബരി കല്യാണി ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് കാണണമെന്ന് കല്യാണിയെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ലല്ലോ, പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ, ചേച്ചി പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാദംബരിയും കാർത്തികയെ വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കാദംബരി വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തിയ അവൾ അവിടെ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശം വരുന്നുണ്ട് അരികിലേക്ക്. അപ്പോൾ പ്രകാശം ചോദിക്കുകയാണ് എന്താ മോള്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോൾ എന്തെങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നത്, എന്താ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അത് ശരി, അതിൻ്റെ ഇടയിൽ അതും മറന്നുപോയോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ കല്യാണിയും നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യം, അതെന്തായി എന്ന് ചോദിക്കുകയാണ്. അത് കല്യാണിയെ വിളിച്ചിട്ട് കിട്ടിയില്ല അച്ഛ എന്ന് പറയുന്നുണ്ട്. ഞാനും ഒരുപാട് തവണ വിളിച്ചു, അവൾ എന്താ എടുക്കാത്തത്, അവൾ തിരക്കിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. നീ കിരണിനെ വിളിച്ചു ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ കിരണിനെ വിളിച്ച് ചോദിച്ചു, കിരൺ പറഞ്ഞത് അവൾ സൈറ്റിലാണെന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി, പക്ഷേ അങ്ങനെയൊന്നും എന്നെ വിളിക്കാതെ ഇരിക്കാത്ത ഒരാളാണ്, എപ്പോൾ വിളിച്ചിട്ടും അച്ഛൻ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്തെടുക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പം അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെ പ്രകാശം പറയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. അപ്പോൾ നമ്മുടെ വിക്രവും അതുപോലെ മനോഹറും കൂടി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജയിൽ സൂപ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുകയാണ്, എടാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ തടിമാടെ നിന്നോട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടാണ് അവിടെ പോയത്, നീ നിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങിന് നീ പോയില്ലേ, ഇനിയിപ്പോൾ പെങ്ങളുടെയും അങ്ങനെ തന്നെ ആയിരിക്കോടെ എന്ന് ചോദിക്കണം. നിന്റെ പെങ്ങളെ അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം കത്തിക്കൊണ്ട് വയറ്റിൽ കുത്തിയായി, പെങ്ങളിപ്പോൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വിക്രത്തിന് സന്തോഷം അടക്കാനാവുന്നത്, വിക്രം ചിരിക്കുകയാണ്. അങ്ങനെ അവന്റെ കയ്യിലൊരു മൊന്ത ഉണ്ടായിരുന്നു, ആ മൊന്ത ആ പോലീസുകാരൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഒരു പെങ്ങൾക്ക് വയ്യാതെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഒരു സന്തോഷം കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ്, ആ പെങ്ങളൊരു പാവം പിടിച്ച പെങ്ങളാണ് സാറേ, ദൈവത്തിൻ്റെക്കാളും ക്ഷമയും സഹനശക്തിയും ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്, അങ്ങനെ ഒരു സ്ത്രീയെ കാണാൻ കിട്ടില്ല, അങ്ങനെ ഒരുത്തി ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഇവന്റെ ആ കൂട്ടാളിയും കൂടിയിട്ട് ആലോചിച്ച് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇവനൊന്നും വെറുതെ വിടരുത് സാർ, ഇതിൻ്റെ അകത്തിട്ട് തന്നെ ഇവനൊക്കെ കൊല്ലണം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരുത്തം പുറത്തു പോയില്ലേ ആ ഗംഗപ്രസാദ്, അവനെ കൊന്നു കളഞ്ഞൊക്കെയാണെന്ന് തോന്നുന്നു, അവനെ പറ്റിയുള്ള വാർത്തകളൊന്നും ഇപ്പം കേൾക്കാനില്ലല്ലോ എന്ന് പറയുന്നത്. അതുപോലെയൊക്കെ തന്നെ ഇവന്മാരെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം സാറ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അതായത് വിക്രം അവിടെ മാറി നിന്ന് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അവളങ്ങോട്ട് തീർന്ന് കിട്ടിയാൽ മതി, എന്തായാലും അങ്കിൾ കൊള്ളാം എന്ന് പറയുകയാണ്. മനോഹർ ആണെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.